ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധൻ ശ്രീ അമിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അമിത് കുമാർ, ഈ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്, പക്ഷേ കോടതിയുടെ ആ തീരുമാനത്തോടു കൂടി സർക്കാരിനും രാജ്ഭവനും ഒരേപോലെ തിരിച്ചടി നേരിടേണ്ടി വരികയാണ്. യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർ നിയമനം യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റികളുടെ തന്നെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചുള്ള രീതിയിൽ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. അത് അവിടെ നിർണ്ണയിക്കപ്പെടാതെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുക എന്ന് പറയുന്നത് അക്കാഡമിക് സംവിധാനത്തിന് മൊത്തത്തിൽ ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ നിശ്ചയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അക്കാദമിക സമൂഹത്തിന്റെ അക്കാദമിക ഒരു എന്താ പറയുന്നത് ഒരു ഉന്നത അധികാര നിലയിലുള്ള ഒരു ഓഫീസറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സർവകലാശാലയുടെയും സ്റ്റേറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിട്ട് അത് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നതിൽ പ്രധാനമായിട്ട് വൈസ് ചാൻസലർ പോസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും സർവകലാശാലകളും ആ സ്ഥാനത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും എല്ലാവരും തന്നെ കാണുന്നത് എന്തോ ഒരു എന്താ പറയുക വളരെ സൗഭാഗ്യകരമായ ഒന്നായിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ വൈസ് ചാൻസലർ പോസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പിടിവലി ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിച്ച് സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള അക്കാദമിക കാഴ്ചപ്പാടുള്ളവരെ ആ നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിയമന സമ്പ്രദായം നമ്മുടെ കേരളത്തിന് മൊത്തത്തിൽ അന്യമാണ് യഥാർത്ഥത്തിൽ കുറച്ച് നാളുകളായിട്ട്. ഇപ്പൊ നേരത്തെ എൻഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആവാൻ വേണ്ടിയിട്ട് എൻഷിനെ ക്ഷണിച്ചിരുന്നതാണ്. ഇത്രയും ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു സർവകലാശാലയിൽ, ഒരു കേരള സംസ്ഥാനത്തിൽ ഇപ്പോ വൈസ് ചാൻസലർ നിർണയം തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. ശരി, വളരെയധികം നന്ദി ശ്രീ അമിത് കുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്.